ഫ്ലാറ്റ് നമ്പർ 14 എന്ന തുടർക്കഥയുടെ 11-ാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കണം. മുടങ്ങാതെ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. അവർ തന്നുവിട്ട സാധനം ഭക്ഷണത്തിൽ കലർത്തിയതിന് ശേഷം ഞാൻ കാത്തുനിന്നു. നിങ്ങളെല്ലാവരും അത് കഴിക്കുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം നിങ്ങൾ മയങ്ങിയപ്പോൾ അവർ തന്നുവിട്ട ഡോക്യുമെൻറ്റിൽ നിങ്ങളുടെ വിരലടയാളം പതിപ്പിച്ചു. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. പേടികൊണ്ടായിരിക്കാം, നാണുവിന് തടസ്സമില്ലാതെ പറയാൻ കഴിയുമായിരുന്നില്ല. എങ്ങനെ പേടിക്കാതിരിക്കും അല്ലേ? ഇടയ്ക്കിടയ്ക്ക് വശത്തെ ഗ്ലാസ്സിലേക്ക് എത്തി നോക്കിക്കൊണ്ടാണ് അയാൾ നിൽക്കുന്നത്. ഭയം കൊണ്ടാണെങ്കിലും നാണു തുടർന്നു പറഞ്ഞു. പിറ്റേ ദിവസം അല്പം വൈകിയാണ് ഞാൻ തറവാട്ടിലേക്ക് എത്തിയത്. അപ്പോഴേക്കും അതിലെ വന്ന് അടിച്ചു തള്ളിക്കാരിയ അമ്മിണി കരഞ്ഞുകൊണ്ട് ഓടി വരുന്നതാണ് ആദ്യമായി തന്നെ ഞാൻ കണ്ടത്. എന്താണ് കാരണമെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. കാരണം അപ്പോഴും എൻ്റെ വിചാരം നിങ്ങൾ നേരത്തെ ബോധം തെളിഞ്ഞിട്ടുണ്ടാവും എന്നാണ്. അങ്ങിത് വിശ്വസിക്കണം, അതാണ് നടന്നത്. അതിനുശേഷം നീ എന്തു ചെയ്തു? തറവാട്ടിലേക്ക് പോയില്ലല്ലോ. അപ്പോൾ തന്നെ തിരിച്ചുപോയി. നിന്റെ കയ്യിൽ വിഷം തന്നുവിട്ട മുതലാളിമാരെ കാണുകയല്ലേ ചെയ്തത്? അപ്പോൾ പിന്നെ നീ നിരപരാധിയാണെന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? അവിടെ ചെന്ന് നീ ആദ്യമായി പറഞ്ഞത് തന്നെ അവരെല്ലാവരും മരിച്ചു കിടപ്പുണ്ടെന്നാണ്. നീ ഞങ്ങളെ കാണാതെയാണ് പോയത്. അമ്മിണി പറഞ്ഞത് അതുപടി വിശ്വസിച്ചു നീ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കില്ല നാണു. ഞാൻ തെറ്റ് ചെയ്തവനായതുകൊണ്ട് എന്തു പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കില്ല എന്നെനിക്കറിയാം. അവരോട് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. കാരണം അമ്മിണി എന്നോട് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അവർ എന്നെ കബളിപ്പിച്ചതാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ തന്നെ അവരുടെ അടുത്തേക്ക് പോയത്. എന്നിട്ടോ? ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബാക്കിയൊക്കെ ഞാൻ അറിഞ്ഞത്. അവർ നിന്നെ സമാധാനിപ്പിച്ചു. പോയവർ ഏതായാലും പോയി. അവരുടെ ആയുസ് കഴിഞ്ഞു എന്ന് കണക്കാക്കിയാൽ മതി. അവരെപ്പറ്റി ഇനി ചിന്തിക്കണ്ട. ഏതായാലും ആ ഡോക്യുമെൻറ്റുകൾ എൻ്റെ കയ്യിലേക്ക് തന്നേക്ക്. യാതൊരു മടിയും കൂടാതെ നീ അതങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് അറിയിപ്പുണ്ടായി. നീ വിഷമിക്കുകയൊന്നും വേണ്ട. നീ ശ്രീമംഗലത്തെ പുതിയ മുതലാളിയായിരിക്കും. ഉടനെ തന്നെ അതിനുള്ള സമ്പത്തെല്ലാം നിന്റെ കൈവശം എത്തും. നിനക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പുതിയ വീട്ടിലേക്ക് താമസം മാറാം. അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ താമസിക്കാം. ഇത്രയുമൊക്കെ അല്ലേ പറഞ്ഞത്? നാണുവിൻ്റെ ശരീരം കിലുകിലെ വിറയ്ക്കാൻ തുടങ്ങി. താൻ ചെയ്ത മുഴുവൻ കാര്യങ്ങളും അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ തന്നെ ഇവർക്ക് മനസ്സിലായിരിക്കുന്നു. ഇനിയും തന്നെക്കൊണ്ട് ബാക്കി കൂടി പറയിപ്പിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ബാക്കി നടന്ന സംഭവങ്ങളെല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ശ്രീമംഗലം തറവാട് വിറ്റു. അവരെല്ലാം ആ രാത്രി തന്നെ ആത്മഹത്യ ചെയ്തു എന്നാണ് കരഞ്ഞുകൊണ്ട് നാണു എല്ലാവരോടും പറഞ്ഞത്. ഇനി എങ്ങനെ ജീവിക്കുമെന്നറിയില്ല എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു നാണു. തൻ്റെ കാര്യം കഷ്ടമായി എന്നുമൊക്കെ പറഞ്ഞ് വിലപിച്ച നാണു പോലീസുകാർ വന്ന് ചോദിച്ചപ്പോഴും അവരുടെ മരണകാരണത്തെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതായതുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായില്ല. തറവാടിന് നല്ലൊരു തുക കടബാധ്യത ഉണ്ടായിരുന്നു എന്നും അത് പുറത്താരും അറിയാതെ ഇരിക്കുകയായിരുന്നു എന്നുമാണ് നാണു പിന്നെ പറഞ്ഞത്. അത് തീർക്കാൻ പല വഴികളും ആലോചിച്ചുവെങ്കിലും ഒന്നും നടക്കാതെ വന്നപ്പോൾ എടുത്ത തീരുമാനമാണ് സ്ഥലം ഒരുമിച്ച് വിൽക്കുകയെന്നത് എന്നാണ് നാണു പറഞ്ഞത്. അവരുടെ ആത്മഹത്യാക്കുറിപ്പിലും അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതിലെ കയ്യക്ഷരം ആരും പരിശോധിച്ചതുമില്ല. തറവാട്ടിലെ ഏറ്റവും വിശ്വസ്തനായ നാണു തന്നെയാണല്ലോ ഇതെല്ലാം പറഞ്ഞത്. അതുകൊണ്ട് നാട്ടുകാരിൽ ഭൂരിപക്ഷം പേരും അത് വിശ്വസിച്ചു. എന്നാലും ചിലരെങ്കിലും ഇപ്പോഴും അത് വിശ്വസിക്കാത്തവരുണ്ട്. തറവാട് വക അമ്പലവും കാവും എല്ലാം അനാഥമായി കിടക്കുന്നത് കാണുമ്പോൾ മനസ്സു നൊന്ത കുറേ പേരുണ്ടായിരുന്നു ശ്രീമംഗലത്ത്.
ഈ അമ്പലവും കാവും എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് മരിച്ചു കളയും എന്ന് വിശ്വസിക്കാനേ അവർക്ക് കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ കടബാധ്യത തീർക്കാൻ വേണ്ടി സ്ഥലം വിറ്റവർക്ക് ജീവൻ വെടിയേണ്ട കാര്യമെന്താണുള്ളത്? അങ്ങനെ പല ചോദ്യങ്ങളും ഉയർന്നു വന്നു. എങ്കിലും ഭൂരിപക്ഷം എണ്ണത്തിനെയും ഖണ്ഡിച്ചത് നാണുവിൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ്. കാവും കാവിലെ പൂജയും തറവാട്ടുകാരുടെ ഉത്തരവാദിത്വമായിരുന്നല്ലോ. കാവിലെ പൂജ നിലയ്ക്കുന്നത് അവിടെയുള്ള മൂർത്തികൾക്കോ ബന്ധിതരായ രക്ഷസുകൾക്കോ ഇഷ്ടമല്ല. പിതാമഹന് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ കയ്യിലേക്ക് അത് പോകുന്നതും അവർക്കിഷ്ടമായിരുന്നില്ല. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് അന്വേഷണത്തിൽ നിന്നും പിടികിട്ടിയത്. കുറേ പണവും അവിടെ നിന്ന് തന്നെ കണ്ടെടുത്തു. സ്ഥലം വിറ്റ വകയിൽ കടം തീർത്ത് ബാക്കി കിട്ടിയതായിരിക്കും എന്ന് എല്ലാവരും കണക്ക് കൂട്ടുകയും ചെയ്തു. ആത്യന്തികമായി പലരുടെയും സ്വാധീനവും വ്യക്തമായ പ്ലാനുകളോടുകൂടിയുള്ള പ്രവൃത്തിയും കാരണം അവിടെ നടന്ന കൂട്ടക്കൊലപാതകം ഒരു ആത്മഹത്യ ആയി ചിത്രീകരിക്കപ്പെട്ടു, എഴുതി തള്ളപ്പെടുകയും ചെയ്തു. തറവാട്ടിലെ എല്ലാവരുടെയും ആത്മഹത്യ ഉണ്ടാക്കിയ ഞടുക്കത്തിൽ നിന്നും ശ്രീമംഗലം ഗ്രാമം മെല്ലെ മെല്ലെ മോചനം പ്രാപിച്ചു വന്നു. അപ്പോഴേക്കും ഒരു ദിവസം JCBകളും ലോറികളുമെല്ലാമായി ഒരു വൻ വാഹന വ്യൂഹം തറവാട്ട് പറമ്പിലേക്ക് വരുന്നത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ശ്രീമംഗലത്തെ പഴയ താമസക്കാരായ ചിലരെങ്കിലും അങ്ങോട്ടേക്ക് ഓടിക്കൂടി. അമ്പലം സംരക്ഷിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരായിരുന്നു അവരെല്ലാം. വന്നവരുടെ പദ്ധതി എന്തായിരിക്കും? കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതും വളരെ നല്ലത്. അടുത്ത പാട്ട് മറ്റന്നാൾ തന്നെ പോസ്റ്റ് ചെയ്യും.